ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ വണ്ടിയുടെ ടയർ നിറച്ചില്ലെങ്കിൽ എങ്ങാനും പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേജർ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടയർ ഡിസ്കുമെന്ന് അഴിക്കാൻ കിട്ടില്ല. കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ആ സാധനം അഴിക്കാൻ കിട്ടാതെ ഒരു കുറേ നേരമായി തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കണം. ഫ്ലാപ്പ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നടക്കണം. അപ്പോൾ ഫ്ലാപ്പ് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാവില്ല, ടയർ നാശമായി ഉണ്ടാവും, ഫ്ലാപ്പ് നാശമായി ഉണ്ടാവും, എല്ലാം ഒരു തീരുമാനമായി ഉണ്ടാവും. കാണുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, അതിൽ എയർ പിടിക്കുക അങ്ങനത്തെ കലാവിരുന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ടയറും പോകും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ടയറിൻ്റെ കഥ കഴിഞ്ഞിട്ട് കിടക്കണം. ഇതിപ്പോൾ നമുക്ക് സ്റ്റെപ്പിനി എന്നുള്ള രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്ത് കൊണ്ടു കിടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതാണ് കറക്റ്റ്. ടയർ കറക്റ്റായിട്ട് നിറച്ചില്ല, നമ്മൾ വഴിയിൽ കിടന്ന് നിറയിക്കേണ്ടി വരും. അത്രേ ഞാൻ പറയണുള്ളൂ. വഴിയിൽ കിടന്ന് നിറയിക്കേണ്ടി വരും. ഇപ്പോൾ നിൽക്കുന്നത് നാഗ്പൂരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടയർ നിറയ്ക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ആ പാവങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇനി പറയുന്ന കാര്യങ്ങൾ പുതിയ ന്യൂ കമറായിട്ടുള്ള ഡ്രൈവേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വെരി സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ടയർ വർക്കേഴ്സിന് ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ, ഇപ്പോൾ കണ്ടോ പെട്രോളാണ് അവർ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചൂടാക്കിയിട്ട് ഫ്ലാപ്പ് ഊരേണ്ട ഗതികേടാണ് ആ കിടക്കുന്ന വീലിന് സംഭവിച്ചത്. ആ വീലിന് മാത്രമല്ല, എൻ്റെ 2 വീല് ഇതുപോലെയായി. കാരണം ഇത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ചൂടാവുമല്ലോ, ഈ ഡിസ്കൊക്കെ ചൂടായി പഴുത്തിട്ട് ഇതിന് ടയറിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലാപ്പ് ഉണ്ട്. ആ ഫ്ലാപ്പാണ് നമ്മുടെ ഡ്രമ്മുമ്മ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നത്. ഈ സപ്പോർട്ട് ചെയ്ത ഫ്ലാപ്പ് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാക്സിമം ഒരു 40,000-50,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ വണ്ടി നല്ലപോലെ ഓടുന്ന വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് നോക്കിയിട്ട് നമ്മളത് മാറ്റി നിറച്ചോളണം. ലോഡ് കൂടുതൽ കയറ്റി കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ അത് ഫുള്ളായിട്ട് ടയർ ഊരി നമ്മൾ ടയർ അഴിച്ച് ഫ്ലാപ്പ് അഴിച്ച് അത്യാവശ്യം പൗഡറൊക്കെ ഇട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടയറിന് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർ കാണിക്കുന്നത് കണ്ടോ, ഒരു വട്ടം ഒഴിച്ചു പെട്രോള്, വീണ്ടും ഇങ്ങനെ ഒഴിച്ച് ചൂടാക്കിയിട്ട് അഴിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂടാക്കുമ്പോൾ അത് ആ ഉരുകിയിട്ട് ആ ഒരു എന്താ പറയുക, ചൂടാവുമ്പോൾ കുറച്ചൊരു ലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ, അത് വരുന്ന ടൈമിൽ ടയർ റിലീസാവുമെന്ന് പറഞ്ഞിട്ടാണ് അവർ കാണിക്കുന്നത്. ആദ്യം ഇതിപ്പോൾ ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ അവരിങ്ങനെ നോക്കണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെട്ടിപ്പൊളിക്കേണ്ട വരും എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. ആദ്യം ഇതിൽ വെള്ളം ഒഴിച്ച് നോക്കി അവർ അഴിക്കാനായിട്ട്. അതായത് വീലിനിട്ട് അഴിച്ച് നമ്മുടെ ലിവർ ഇട്ടിട്ട് തിക്കിയിട്ട് കയറാണ്ടായപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് കുറച്ച് നേരം കുതിർത്താനിട്ടു. പിന്നെ അത് കഴിഞ്ഞ് അവർ ഷാംപൂ ഓയിൽ ഉണ്ടല്ലോ, നമ്മുടെ വൈപ്പർ വാഷിലൊക്കെ ഒഴിക്കുന്ന പോലത്തെ നല്ല ഷാംപൂ ആയിട്ടുള്ള ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് പരമാവധി ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടും കിട്ടാണ്ടായപ്പോഴാണ് അവർ ലാസ്റ്റ് പെട്രോൾ ഒഴിച്ചത്. ഈ പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് ഒരു നൈസായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം. നോർത്തിലാണ് അവർ ഭയങ്കര ഹാർഡ് വർക്ക് പേഴ്സണാണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഒരു കാട്ടായാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ആ പെട്രോൾ കത്തി തീർന്നു എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും അതിൽ പെട്രോൾ ആഡ് ചെയ്യാൻ പോയി. വലിയൊരു ആക്സിഡൻ്റ് അവിടെ നിന്ന് ജസ്റ്റ് മിസ്സിന് സ്കിപ്പായതാണ്. കണ്ടോ, ഇപ്പോൾ ഒരു വട്ടം ഒഴിച്ചവൻ രണ്ടാമത്തെ വട്ടം ഒഴിക്കുന്ന ടൈമിൽ ഇപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അവൻ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചു, ഒഴിച്ചു, കുപ്പിയമ്മയ്ക്ക് തീ പിടിച്ചു. ഇതുപോലെ കെയർലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നാവും. അത് ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അവർക്കത് ഒരു ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്, ദിനം പ്രതി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ മാറ്ററിൽ നിന്ന് പോകണ്ട. നമ്മുടെ ടയർ കറക്റ്റായിട്ടുള്ള ഗ്രീസിങ്, അതുപോലെ തന്നെ എയർ ചെക്കിങ്. എന്തുകൊണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണം, കഴിഞ്ഞ വീഡിയോ ഇതിലും തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ എനിക്കത് ഇത്രയും വിശദീകരിച്ച് പറയാനായിട്ട് പറ്റിയില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് അത് വാച്ച് ചെയ്തിട്ട് പറഞ്ഞു, ഒന്നും കുറച്ചും കൂടിയും എക്സ്പ്ലോർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടിയും ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഈ വീഡിയോസും കൂടി കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇത് കൂട്ടിച്ചേർത്തിട്ട് കണക്റ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൽ ടയർ ഇത്രയേ ഉള്ളൂ. എല്ലാ വണ്ടിയും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആഴ്ചയിലെങ്കിലും, നോർമലി വണ്ടി ഓടിച്ചാലും ഓടിച്ചില്ലെങ്കിലും ടയർ പ്രഷർ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ നെക്കിൽ നിന്ന് ലീക്കായി പോകും. അപ്പോൾ നമ്മൾ ലോങ് ട്രിപ്പൊക്കെ ഓടിക്കുമ്പോൾ ടയർ കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്ന ടൈമിൽ അതിൽ പോരായ്മ വല്ലതും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫില്ല് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക.
നൈട്രജൻ ആയിരിക്കും കുറച്ചും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അതാവുമ്പോൾ കുറച്ചും കൂടിയും ഹീറ്റിംഗ് ആവാതിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് എയർ ചൂടാവാതിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നോർമലായിട്ടുള്ള എയർ നമ്മുടെ പമ്പുകളിലൊക്കെ കിട്ടുമല്ലോ. പമ്പുകൾ ഇതുപോലത്തെ ടയർ വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടയർ ഫില്ല് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കാര്യം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 40,000 കിലോമീറ്ററൊക്കെ ആവുന്ന ടൈമിൽ ടയർ കടയിൽ കൊണ്ടുപോയിട്ട് ഒന്ന് മറിച്ച് നിറയ്ക്കാം. അല്ലെങ്കിൽ വണ്ടിയുടെ ടയർ ചെത്തിപ്പോകുന്നൊരു സീൻ വരും. ചെത്തിപ്പോകുന്ന ടൈമിൽ അത് മറിച്ച് അപ്പുറത്ത് ബാലൻസ് ആക്കിയിട്ട് ഇട്ടിട്ട് ഈക്വലൈസ് ചെയ്യുക. അപ്പോൾ ടയറിന് ഒന്നും കൂടി ലൈഫ് കിട്ടും. ഈ മറിച്ച് നിറച്ചില്ലെങ്കിൽ, അതായത് ഈ പൗഡറൊക്കെ ഇട്ട് ഫ്ലാപ്പൊക്കെ ചെക്ക് ചെയ്ത് മറിച്ച് നിറച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും അവസ്ഥ. ഇതിപ്പോൾ നമുക്ക് കാലത്ത് 9 മണിക്ക് ഞാൻ ആ വർക്ക്ഷോപ്പിൽ വന്ന് പെട്ടിട്ട് ഉച്ചയിരിഞ്ഞ് 3 മണിയായപ്പോഴാണ് എൻ്റെ വണ്ടി പണി കഴിച്ച് കിട്ടിയത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അവന്മാർക്ക് എത്രയോ പണികളുണ്ട്. എന്തായാലും ഈ വർക്ക്ഷോപ്പിലുള്ള ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടയർ അഴിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇത് നമ്മുടെ അവിടുത്തെ പോലെ ഒന്നുമല്ല കേട്ടോ. ഇതിൻ്റെ പട്ടിപ്പണി ഞാൻ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അമ്മാതിരി ഷോ ആയിരുന്നു. ഇവർ നെറ്റ് മാത്രം ലൂസ് ചെയ്ത് തരും, നമ്മൾ ആ സാധനം അഴിച്ച് ഇവർക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇവർ റിമൂവർ ടയർ കയറ്റിയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കണ്ടോ നിങ്ങൾ ആ ടയർ മാറ്റാത്ത കാരണം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്? ഫുള്ള് ക്രാക്കായി, കട്ടായി. ഇനി ആ ടയറിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ലോങ് ട്രിപ്പ് പോണ വണ്ടികൾക്ക് ഇതേപോലെ പോയി കഴിഞ്ഞാൽ ഒരു ലൈഫും കിട്ടത്തില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പോൾ അവർ അത് അഴിച്ചിട്ട് ഉള്ള കോലാണ്, ഡ്രമ്മിൻ്റെ കോലം കണ്ടോ? ഇതേപോലെ ഫ്ലാപ്പ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇനി ആ ഫ്ലാപ്പ് ചെത്തിയെടുത്ത് ആ ഡ്രമ്മ് നമ്മുടെ സാൻഡ് പേപ്പർ ഇട്ട് സ്മൂത്താക്കിയതിന് ശേഷമാണ് നമുക്ക് ആ സംഭവം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയൊരു കെയർലെസ് കൊണ്ട് സംഭവിച്ചത് നമുക്കൊരു ലോഡ് മിസ്സായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അറിയാത്ത കാരണം കൊണ്ടായിരിക്കും, എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ഹബിലെ ഗ്രീസിങ് ചെക്ക് ചെയ്യുക. ഹബിലെ ഗ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീല് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം അമ്മാതിരി ചൂടായിരിക്കും. ബ്രേക്ക് ചവിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചൂടാവും, പക്ഷേ ആ ഹബിലത്തെ ഗ്രീസ് ഒലിച്ചിറങ്ങും. അതൊക്കെ കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലൈഫ് കിട്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മൾ ഓണറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഒരു ബേസിക് ഡ്രൈവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കണ്ടോ, ടയർ അഴിച്ച് കിട്ടി, അവരെനിക്ക് തന്നു. നല്ല മഴയാണ്, ആ കാണിക്കുന്നത് ഞാനാണ്. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു അനിയൻ ചേകനുണ്ട്, അവൻ കൊച്ചു പയ്യനാണ്. അതിനെക്കുറിച്ചിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഒപ്പം വന്നത്. അവന് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവൻ നല്ല മഴയത്ത് ഒരു പേപ്പർ ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു 8ൻ്റെ പണിയും കിട്ടി. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഒറ്റയ്ക്കാണ് ചെയ്യണത്. തലകൊണ്ട് സപ്പോർട്ട് ചെയ്തു, മുട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്തു. വീല് പൊന്തിക്കുന്ന ടൈമിൽ ഒരെണ്ണം കയറ്റിട്ടു കേട്ടോ. വീല് പൊന്തിക്കുന്ന ടൈമിൽ എൻ്റെ വലത്തെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റായി. ഇതിൽ ശരിക്കും അറിയാൻ പറ്റും, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അമ്മാതിരി സീനായിരുന്നത്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ടയറും രണ്ടാമത്തെ ടയർ കയറ്റാൻ പോവാണ് കേട്ടോ. കയറ്റുന്ന ടൈമിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ആ സംഭവം ഞാൻ കറക്റ്റ് നെറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ തിക്കിയ ടൈമിൽ ഞാനൊരു ഇരുത്തിരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്. ഒരു മാസം ഞാൻ റെസ്റ്റ് ചെയ്തേ, ഒറ്റ മാസം. ഇപ്പോൾ ഞാൻ പൊന്തിക്കണില്ല, തീർന്ന് കണ്ടോ. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. പട്ടി ഷോയായിരുന്നു. വർക്ക്ഷോപ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ലോഡ് എടുത്ത് നാട്ടിലേക്ക് ട്രിപ്പും കിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ എൻ്റെ ഒപ്പം ആരും ഞാൻ കൊണ്ടുപോകാറില്ല. ഇന്ന് തമ്പുരാനായിട്ടാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഒരു അനിയൻ ചെക്കനെ കിട്ടിയത്. അവൻ ഇങ്ങോട്ടേക്ക് ഞാൻ അങ്ങനെ വിളിച്ചു, പോരുന്നുണ്ടോ ചോദിച്ചപ്പോൾ അവൻ പോരുന്നുണ്ടെന്ന് പറഞ്ഞു. അവനുള്ള കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ളൊരു ട്രിപ്പ് കൂടിയിട്ടാണ്. കാരണം കൈ അമ്മാതിരി പെയിനാണ്. ഇഞ്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡിസ്ലൊക്കേറ്റഡായി. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു റെസ്റ്റ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഡ്രൈവേഴ്സിൻ്റെ അവസ്ഥയാണ്, എടുത്ത കമ്മിറ്റ്മെൻറ്റ് നമ്മൾ എത്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അത് കേൾക്കുന്ന ഡ്രൈവേഴ്സിന് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ രീതിയിലാട്ടോ പറയണത്. എനിക്കിത് സംഭവിച്ച കാരണം കൊണ്ട് മാത്രമല്ല പറയുന്നത്. നമ്മൾ ഓടിക്കുന്ന വണ്ടിയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റേ കയറുന്ന ഡ്രൈവറുടെ അടുത്തും ഓണറുടെ അടുത്തും വണ്ടിയുടെ ഓണർമാരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന കംപ്ലയിൻറ്റ്സ് ഉണ്ട്, ബ്രേക്ക് ലൈനർ കുറവാണെന്നും അതുപോലെ വണ്ടിയുടെ ടയറിന് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നും സ്റ്റെപ്പിനി ജാക്കി സ്പാൻ
ഈ വക സാധനങ്ങളൊക്കെ, അതായത് ജാക്കി ലീവർ, ജാക്കി ടൂള്, വണ്ടിയുടെ സ്പാനേഴ്സ്, ഇതൊക്കെ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഡ്രൈവേഴ്സിനുണ്ട് കേട്ടോ. സാധാരണ എല്ലാവരും വിചാരിക്കും ഇത് നാളെ ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് ആവാം, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ തള്ളിവിടും. ഇത് ഭാവിയിലേക്കും നമ്മൾ കാരണം വേറൊരുത്തിന് കൂടിയിട്ട് അതൊരു പ്രശ്നം ഉണ്ടാവും, പാടില്ല. അതുകൊണ്ട് ഈ പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് ഡ്രൈവേഴ്സ് എല്ലാവരും ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒട്ടുമിക്ക ഡ്രൈവേഴ്സ് എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യം കൂടിയിട്ടാണ് കേട്ടോ ഇത്. ഞാനതൊന്ന് എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കേൾക്കുന്ന പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്തായാലും ഉറപ്പുണ്ട് എനിക്ക്. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. ആ വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതും കൂടി ഞാൻ പറയുകയാണ്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മതി. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ഈ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ എന്തായാലും കൂടുതൽ തള്ളി മറിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.